ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ ആരോഗ്യനില അതീവ ഗുരുതരം ആണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജീവൻ നിലനിർത്താനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ ഡോക്ടർമാർ. അതുകൊണ്ട് തന്നെ ഗോവയിലെ രാഷ്ട്രീയം ഇപ്പോൾ കലങ്ങി മറിയുകയാണ്. അവസരം മുതലാക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അനാരോഗ്യത്തെ തുടർന്ന് അവശനിലയിലായ മുഖ്യമന്ത്രി മനോഹർ പരീക്കർക്ക് പകരം പുതിയൊരാളെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുക എന്നതാണ് BJPക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത്. എന്നാൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഗവർണറെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗോവയിൽ BJPക്ക് ഭൂരിപക്ഷം നഷ്ടമായേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കവലേക്കർ ഇത് സംബന്ധിച്ച് ഗവർണർക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു. മോഹൻ പരീക്കറിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ഭൂരിപക്ഷം നഷ്ടമായി താഴെ വീഴാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നും കത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP MLA ഫ്രാൻസിസ് ഡിസൂസയുടെ മരണത്തോടുകൂടി BJPക്ക് സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി. ഇതും കത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമസഭയിൽ BJPയുടെ 14 സീറ്റ് 13 സീറ്റായി കുറഞ്ഞിരുന്നു. 2 കോൺഗ്രസ് MLAമാരുടെ രാജി, ഫ്രാൻസിസ് ഡിസൂസയുടെ മരണം എന്നീ കാരണങ്ങളാൽ നിയമസഭയിലെ ആകെ സീറ്റ് 40-ൽ നിന്ന് 37ആയി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന 3 സീറ്റുകളിലേക്ക് അടുത്ത മാസം 23-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അതേസമയം കോൺഗ്രസ് തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കിയതോടെ മറുതന്ത്രങ്ങളുമായി BJP നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഗോവ വിട്ടു പോകരുതെന്ന എല്ലാ MLAമാർക്കും BJP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനാരോഗ്യത്തെ തുടർന്ന് അവശനിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ. എന്നാൽ പരീക്കറിന് പകരം ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് BJPക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതേസമയം സർക്കാർ നിലംപതിക്കാതെ രക്ഷിച്ചെടുക്കാൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിങ്കബർ കാമത്തിനെ പാർട്ടിയിൽ ചേർത്ത് മുഖ്യമന്ത്രിയായി അവരോധിക്കാനാണ് ഇപ്പോൾ BJP ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പരീക്കറിന് പകരക്കാരനെ കണ്ടെത്താൻ പാർട്ടി നിർബന്ധിതരായതോടെയാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. കാമത്ത് BJPയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹം ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഗോവയിൽ രാഷ്ട്രീയ സ്ഥിതി BJP നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. പരീക്കറുടെ പിൻഗാമി ആരായിരിക്കും എന്ന ചർച്ചയും യോഗത്തിൽ ഉണ്ടായിരുന്നു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായിയുടെ പിന്തുണയാണ് കാമത്തിന് കാര്യങ്ങൾ അനുകൂലമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച സർക്കാർ ഉണ്ടാക്കാൻ ഗവർണറെ കണ്ട് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് BJP രാഷ്ട്രീയ നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. BJP നേതൃത്വത്തിലെ രണ്ടാമനായിരുന്ന കാമത്ത് 2015-ലാണ് BJP വിട്ട് കോൺഗ്രസിലെത്തിയത്. 2017-12 കാലത്ത് അദ്ദേഹം കോൺഗ്രസ് സർക്കാരിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുകയായിരുന്നു. ബിസിനസ് ആവശ്യത്തിനായാണ് ഡൽഹിക്ക് അദ്ദേഹം പോയത്. താൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണെന്നും കാമത്ത് പനാജിയിൽ പ്രതികരിച്ചിരുന്നു. കാമത്തിന്റെ പേര് വെച്ച് ഊഹാപോഹങ്ങൾ പടച്ചുപിടിക്കുകയാണെന്നും കാമത്ത് കോൺഗ്രസിൽ തന്നെ തുടരുമെന്നും കാമത്ത് കോൺഗ്രസിൽ തന്നെ തുടരുമെന്നും PCC പ്രസിഡന്റ് ഗിരീഷ് ചോഡങ്കർ പ്രതികരിച്ചിരുന്നു. നേരത്തെ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ വിശ്വജിത് റാണയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഗൂഢാലോചന BJPയിൽ നടന്നിരുന്നു. എന്നാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മഹാരാഷ്ട്രവാദി ഗോമൻ പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാത്തതിനാലാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. എന്തായാലും ഇപ്പോൾ മോഹൻ പരീക്കറിന്റെ നില അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഗോവൻ രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സർക്കാർ രൂപീകരിക്കാനായി കോൺഗ്രസ് തിരക്കിട്ട ചർച്ചകളും നടത്തുന്നുണ്ട്. അതേസമയം അതിനെ പ്രതിരോധിക്കാനുള്ള പല തന്ത്രങ്ങളും BJPയും മെനയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.